സിനിമ കാണുന്ന പ്രേക്ഷകരെ തന്നെ നമുക്ക് ഒരുപാട് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. ഇപ്പം ഞാനും നിങ്ങളൊക്കെ അടങ്ങുന്ന പ്രേക്ഷകരിലേക്ക് ഒന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഓരോ ആൾക്കാരും സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത് ഓരോ രീതിക്കായിരിക്കും. ചില ആളുകൾക്ക് മാസ് മസാല മൂവീസ് മാത്രമേ ഇഷ്ടപ്പെടത്തുള്ളൂ. അവർക്കൊരു സ്ലോ ബേൺ ആയിട്ടുള്ളൊരു മൂവി കൊണ്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും പറയും എന്ത് പൊട്ട മൂവിയാണെന്ന്. അങ്ങനെ ഓരോ ആളുകളും സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ഓരോ രീതിക്കാണ്. ചില ആളുകൾക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴത്തേനും അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്ലഷർ ഒരു വലിയ സംഭവമായിട്ട് അവർ കാണും. ചില ആളുകളായിക്കോട്ടെ സിനിമയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ അവർ ഒരു സിനിമ കണ്ടതിന് ശേഷം അവരുടെ റിയൽ ലൈഫിലേക്ക് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കും. മറ്റു ചിലരായിക്കൊള്ളട്ടെ തങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സ്ട്രെസ്സ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു റിലീഫ് കൊടുക്കാൻ വേണ്ടി സിനിമ കാണും. അങ്ങനെ ഓരോ ആളുകളും സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത് ഓരോ രീതിക്കാണ്. അങ്ങനെ സിനിമയെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്ന കുറച്ച് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അതായത് ഇവർക്ക് നോർമലായിട്ടുള്ള മൂവീസും പറ്റും, മാസ് മസാല മൂവീസും പറ്റും. ഇതൊന്നും പോരാഞ്ഞിട്ട് വളരെ ഡീപ്പർ ആൻഡ് ഡാർക്കറായിട്ട് അല്ലെങ്കിൽ ഡീപ്പറായിട്ടുള്ള മീനിങ്സ് ഉള്ള സിനിമകളൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. ചില ആളുകൾ ഇവരെ ബുദ്ധിജീവികൾ എന്നൊക്കെ വിളിച്ച് കളിയാക്കാറുണ്ടെങ്കിൽ കൂടെ അങ്ങനെ സിനിമയെ ഒരുപാട് ഡിഫറെൻറ്റ് തലങ്ങളിലൊക്കെ ആയിട്ട് നിന്ന് കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു ചിത്രമുണ്ട്. അതിൻ്റെ പേരാണ് മെയ് ഡിസംബർ. Crazy. ഈ നവംബറിലാണ് ഈ ഒരു ചിത്രം പുറത്തിറങ്ങുന്നത്. മെയ് ഡിസംബർ എന്ന് പറയുന്നത് നമ്മുടെ നാറ്റലി പോർട്ട്മാനൊക്കെ ഒരു പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ്. ഇതൊരു റൊമാൻസ് പ്ലസ് കോമഡി കാറ്റഗറിയിലൊക്കെ പെടുത്താൻ പറ്റും. പക്ഷേ ചില ആളുകൾക്ക് ഈ ഒരു സിനിമ ഒരു കോമഡി ആയിട്ട് തോന്നണമെന്നില്ല. പക്ഷേ ഈ ഒരു ചിത്രം ഒരു വണ്ടർഫുൾ ആർട്ടാണ്. നമുക്ക് എല്ലാ ആൾക്കാർക്കും ഈ ഒരു സിനിമ ഒരു വലിയ സംഭവമായിട്ട് തോന്നത്തുമില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പം ഒപ്പൻഹൈമർ അല്ലെങ്കിൽ കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ എന്നൊക്കെ പറയുന്ന സിനിമ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അതൊക്കെ ഭയങ്കര ലാഗാണ്. ഈ ഒരു സിനിമയുടെ ഒക്കെ പോയിന്റ് എന്താണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂവി നിങ്ങൾക്ക് പറ്റിയതല്ല. ഇനി അതും പോരാഞ്ഞിട്ട് ഈ ഒരു സിനിമ ചിലപ്പം കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂണും അതുപോലെ തന്നെ ഒപ്പൻഹൈമറും കണ്ട ആൾക്കാർക്ക് പോലും പറ്റിയെന്ന് വരത്തില്ല. കാരണം പുറമേ ഒരു നോർമൽ കൈൻഡ് ഓഫ് മോഡിൽ പോകുന്ന ഈ ഒരു ചിത്രം ഉള്ളിലേക്ക് നോക്കുമ്പോഴത്തേനും ഒരുപാട് ഡാർക്കറാണ്, ഒരുപാട് മീനിങ്സ് ഉണ്ട്. അങ്ങനെ ഒരു രീതിക്കാണ് പോകുന്നത്. അതായത് കാണുന്ന പ്രേക്ഷകൻ ഈ ഒരു സിനിമ എങ്ങനെ എടുക്കും എന്നുള്ളതായിരിക്കും ഈ ഒരു സിനിമ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന എക്സ്പീരിയൻസ്. അതായത് ഈ ഒരു സിനിമ നമ്മൾ കണ്ടിട്ട് ഇതിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് പിടികിട്ടി. ഇതിലെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, അവർക്കുള്ളിലെ ഇമോഷൻസ് എങ്ങനെയാണ്, അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ അത്രയും ഗംഭീരമായിരിക്കും. അത് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസും ബോറായിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിത്രമാണ് മെയ് ഡിസംബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ എല്ലാ ആൾക്കാർക്കും പറ്റുന്നതുമല്ല. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ, അതായത് സിനിമയെ ഒരു മാസ് മസാല എന്നതിനപ്പുറത്തേക്കായിട്ട് കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു മെയ് ഡിസംബർ പറ്റുന്നതല്ല. ഇനി നമുക്ക് ചിത്രത്തിനെ പറ്റി ഡീപ്പായിട്ട് നോക്കാം. എന്താണ് മെയ് ഡിസംബർ, ഈ ഒരു സിനിമ എന്താണ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നതെന്ന് നോക്കാം. ജോ ആൻഡ് ഗ്രേസി എന്ന് പറയുന്ന ഒരു കപ്പിളിലൂടെയാണ് ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ജോയെയും അതുപോലെ തന്നെ ഗ്രേസിയെയും കാണുമ്പോഴത്തേനും നമുക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നും. കാരണം ഗ്രേസി ജോയെ കഴിഞ്ഞും കുറച്ചും കൂടെ ഏജിലാണ്. അതുപോലെ തന്നെ ഈ രണ്ട് ക്യാരക്ടേഴ്സിനും എന്തോ ഒരു ഡാർക്ക് ആയിട്ടുള്ള പാസ്റ്റ് ഉണ്ട്. ഇവർ രണ്ടിനും മാരീഡാണ്, ഇവർക്ക് കുട്ടികളൊക്കെ ഉണ്ട്. എങ്കിൽ കൂടെ ഇവർക്ക് എന്തോ ഒരു ഡാർക്ക് ആയിട്ടുള്ള പാസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇവരുടെ ലൈഫിലേക്ക് എലിസബത്ത് എന്ന് പറയുന്ന പുതിയൊരു ക്യാരക്ടർ കയറി വരുന്നത്. എലിസബത്ത് ഒരു ഹോളിവുഡ് ആക്ട്രസ്സാണ്. പുള്ളിക്കാരി ഒരു സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നുണ്ട്. ആ ഒരു സിനിമ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്താണ്. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ജോയുടെയും അതുപോലെ തന്നെ ഗ്രേസിയുടെയും ലൈഫിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു സിനിമ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ആ ഒരു ഗ്രേസിയുടെ ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത് എലിസബത്താണ്. അപ്പം അതുകൊണ്ടാണ് എലിസബത്ത് ഇവരുടെ ലൈഫിലേക്ക് കയറി വരുന്നത്. കാരണം ഈ ഒരു ഗ്രേസിയെ കൂടുതലായിട്ട് അറിഞ്ഞിട്ട് പുള്ളിക്കാരുടെ ക്യാരക്ടർ നല്ലപോലെ അറിഞ്ഞിട്ട് സിനിമയ്ക്കകത്ത് അഭിനയിക്കാൻ വേണ്ടി എലിസബത്ത് അവരുടെ ലൈഫിലേക്ക് വരിക. ആൻഡ് ഗ്രേസിയും ജോവും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ലൈഫിൽ വന്ന് എലിസബത്ത് ഇവരുടെ ക്യാരക്ടറിനെ അനലൈസ് ചെയ്യാൻ നോക്കുന്നതൊക്കെ ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് സിനിമയുടെ കഥ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ചിത്രം എങ്ങനെയുള്ള ഒരു പ്ലോട്ടാണ് ഡീൽ ചെയ്യുന്നത് നിങ്ങൾക്കിപ്പം ഏകദേശം മനസ്സിലായി കാണും. ആക്ച്വലി എലിസബത്ത് ഒരു ക്യാരക്ടർ അനാലിസിസിന് വേണ്ടി വരികയാണ്. അപ്പം എലിസബത്തിനൊപ്പം നമ്മളും ഒരു വലിയ ക്യാരക്ടർ റിസർച്ച് നടത്തേണ്ടതുണ്ട്. അപ്പം ആ ഒരു രീതിക്ക്, അതായത് ഇപ്പോൾ ഡയറക്ടർ തന്നെ നമ്മുടെ അടുത്ത് പറയുകയാണ് സിനിമ മെയിനായിട്ടും ഒരു ക്യാരക്ടർ റിസർച്ച് ആയിട്ടാണ് പോകുന്നത്. അപ്പം നിങ്ങളും അതിനൊപ്പം തന്നെ ക്യാരക്ടേഴ്സിനെ കൂടുതലായിട്ട് അനലൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെ തുടങ്ങി നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആവില്ല എന്ന് തോന്നുന്ന ചില റിയൽ ലൈഫ് കോമഡീസും അതുപോലെ തന്നെ ഡ്രമാറ്റിക് ആയിട്ടുള്ള മൊമെൻറ്റ്സും അതുപോലെ തന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള മൊമെൻറ്റ്സും ഒക്കെ വെച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ പോകുന്നത്. അപ്പം ഇതിലെവിടെയാണ് ഡ്രമാറ്റിക്, എവിടെയാണ് റൊമാൻറ്റിക് മൊമെൻറ്റ്സ് ഒക്കെ വരുന്നത് ചിലപ്പോൾ നമുക്ക് സിനിമ കാണുമ്പോൾ തോന്നും. പക്ഷേ അതൊക്കെ ആ ഒരു ക്യാരക്ടേഴ്സിനിടയിലെ കെമിസ്ട്രിയിലൂടെ നമുക്ക് മനസ്സിലാവേണ്ടതാണ്. അതായത് ഞാൻ മുൻപ് പറഞ്ഞു ഈ ഒരു സിനിമയ്ക്കകത്ത് ക്യാരക്ടേഴ്സിനെ നമുക്ക് എത്രമാത്രം മനസ്സിലാവുന്നു അത്രമാത്രം ഗംഭീരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ചിത്രം തരുന്നത്. കാരണം അത്രയും വലിയൊരു ക്യാരക്ടറൈസേഷൻ ഈ ഒരു സിനിമയ്ക്കകത്ത് നടക്കുന്നുണ്ട്.
ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിസബത്ത് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ച നാറ്റലി പോർട്ട്മാൻ്റെ പെർഫോമൻസ് ആണ്. കാരണം ഓൾറെഡി പുള്ളിക്കാരി ഈ ഒരു സിനിമയ്ക്കകത്തൊരു നടിയായിട്ടാണ് വരുന്നത്. അപ്പം ഈ ഒരു ഗ്രേസി എന്ന് പറയുന്ന ക്യാരക്ടറിനെ തൻ്റെ ആ ഒരു എലിസബത്തുമായിട്ട് എങ്ങനെ യോജിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത് അഭിനയിക്കാൻ നേരത്ത് എത്രമാത്രം താൻ പെർഫോം ചെയ്യണം, അതിനുവേണ്ടി താൻ എത്രമാത്രം എഫോർട്ട് ഇടും എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി ഈ ഒരു സിനിമയിലൂടെ പെർഫോം ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് വേറെ ലെവലായിട്ട് തോന്നി. കാരണം ഒരു നടിയൊക്കെ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻസിനെ ബേസ് ചെയ്ത് അത് എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ള രീതിക്ക് ഒരു സിനിമയ്ക്കകത്ത് വരുമ്പോൾ അതിനുണ്ട എഫേർട്ട് ചില്ലറയില്ല. അപ്പോൾ അതിനെ വണ്ടർഫുള്ളായിട്ട് നാറ്റലി പോർട്ട്മാൻ അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. സിനിമയിൽ ചില ഷോട്ട്സ് ഒക്കെ ഉണ്ട്, അതായത് നമ്മുടെ എലിസബത്തും അതുപോലെ തന്നെ ഗ്രേസിയുടെ ക്യാരക്ടറും ഒക്കെ ഒരു സിംഗിൾ ഷോട്ടിനകത്ത് നിൽക്കുന്നു. അതായത് ഇവരെ രണ്ടുപേരെ ഫോക്കസ് ചെയ്ത് പോകുന്ന ആ ഒരു സീനിൽ എലിസബത്ത് ഗ്രേസി ആയിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ വേറെ ഒരു ക്യാരക്ടറിലോട്ട് ആവാഹിച്ച് കയറാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ഷോട്ട്സ് ഒക്കെ ഉണ്ട്. അത് പുള്ളിക്കാരി ഇങ്ങനെ ഫേസിലൂടെ ചില എക്സ്പ്രഷനൊക്കെ ഇട്ട് കാണിക്കുന്നത് വളരെ ഗംഭീരമായിട്ട് തോന്നി. അങ്ങനെ തുടക്കം തൊട്ട് അവസാനം വരെ ആ ഒരു രീതിക്കാണ് ഈ ഒരു ചിത്രം മുൻപോട്ട് നീങ്ങുന്നത്. ഈ ഒരു ചിത്രം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നാറ്റലി പോർട്ട്മാനെയും അതുപോലെ തന്നെ ജൂലിയൻ മൂറിനെയും ഇത് പോരാഞ്ഞിട്ട് ചാൾസ് മെൽട്ടനെയാണ്. ഈ 3 ക്യാരക്ടേഴ്സാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് മെയിൻ റോളിൽ വരുന്നത്. നാറ്റലി പോർട്ട്മാൻ എലിസബത്ത് എന്ന് പറയുന്ന ആക്ട്രസിനെ അവതരിപ്പിക്കുന്നു, ഗ്രേസി ആയിട്ട് ജൂലിയൻ മൂർ വരുന്നു, അതുപോലെ തന്നെ ജോ എന്ന ക്യാരക്ടറായിട്ട് നമ്മുടെ ചാൾസ് മെൽട്ടൺ വരുന്നു. ഈ 3 പേരുടെയും പെർഫോമൻസ് സിനിമയ്ക്കകത്ത് അങ്ങോട്ട് കയറി നിന്ന് ആറാടുവാണ് ഈ 3 പേരും. എസ്പെഷ്യലി ജൂലിയൻ മോറിൻ്റെ ചില പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ഈ ഒരു ക്യാരക്ടർ എത്രമാത്രം വൾഗറാണ്, ഈ ഒരു ക്യാരക്ടറിൻ്റെ ചിന്താഗതി എത്രമാത്രം ഡാർക്ക് ആണെന്നൊക്കെ ഒരു പോയിന്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം ആ ഒരു ടൈമിൽ പുള്ളിക്കാരി ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള രീതിക്ക് ചില അഭിനയ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കും. അതൊക്കെ കാണുമ്പോൾ തന്നെ എൻ്റെ മോനെ എന്ത് ജാതി പെർഫോമൻസ് ആണെന്ന് തോന്നും. അതേപോലെ തന്നെ നാറ്റലി പോർട്ട്മാൻ്റെ എലിസബത്തിൻ്റെ ക്യാരക്ടർ, ഈ ഒരു ക്യാരക്ടറും ഒരു ആക്ട്രസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള ചിന്താഗതിയും പുള്ളിക്കാരിക്കുണ്ട്. അപ്പം പുള്ളിക്കാരി പുറമേ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു നോർമൽ ആയിട്ടുള്ള വ്യക്തിയായിട്ട് തോന്നുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു ക്യാരക്ടർ എത്രമാത്രം ഡാർക്ക് ആണെന്ന് കാണിച്ചു തരുന്ന ചില ഷോട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ക്യാരക്ടേഴ്സ് പെർഫോം ചെയ്ത് നമ്മുടെ മുന്നിൽ വേറെ ലെവലായിട്ട് കാണിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ, ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊക്കെ വളരെ ഗംഭീരമായിട്ട്. ഇത് പോരാഞ്ഞിട്ട് ചാൾസ് മെൽട്ടൻ്റെ ക്ലൈമാക്സിലേക്ക് ഒരു പർട്ടിക്കുലർ സീനുണ്ട്. അതായത് ഈ ഒരു പുള്ളിയെ പറ്റി, അല്ലെങ്കിൽ ആ ഒരു പുള്ളി കടന്നുപോയ ചില കാര്യങ്ങളെ പറ്റിയൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ മൂവിയുടെ സ്പോയിലർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ക്യാരക്ടർ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റ് കാണുമ്പോഴത്തേനും തൻ്റെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യത്തിന് അദ്ദേഹം റീക്ലെയിം ചെയ്യാൻ നോക്കുന്ന ഒരു സിംഗിൾ ഷോട്ടുണ്ട്. ആ സീനിൽ പുള്ളിക്കാരന് അഭിനയിച്ച് വെക്കുന്ന ഒരു സംഭവമുണ്ട്. എൻ്റെ മോനെ, അങ്ങനെ വന്നു പോയവരെല്ലാവരും കുഴപ്പമില്ലാതെ അഭിനയിക്കുകയും ഇത് പോരാഞ്ഞിട്ട് ഈ 3 പേരും കൂടെ നിന്നിട്ട് വേറെ ലെവലായിട്ട് അഭിനയിക്കുകയും ചെയ്തൊരു മാരക മൂവിയാണ് മെയ് ഡിസംബർ എന്ന് പറയുന്നത്. വളരെ സ്ലോ പേസ് ആയിട്ട് ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ചിത്രം കാണുമ്പോഴത്തേനും നമുക്കിതൊരു ലാഗ് അടിപ്പിക്കുന്ന സാധനമായിട്ടോ അല്ലെങ്കിൽ സ്ലോ പേസിൽ പോകുന്നതുകൊണ്ട് അത്ര നമ്മളെ അങ്ങോട്ട് ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഒരു സാധനമായിട്ട് തോന്നത്തില്ല എന്നൊക്കെ നമ്മുടെ മൈൻഡിൽ വരും. പക്ഷേ ഈ ഒരു സിനിമ ഏതോ ഒരു പോയിന്റിൽ നമ്മളിങ്ങനെ പിടിച്ചിരുത്തും. അതായത് ഈ ഒരു ചിത്രം കാണുന്ന സമയത്ത് നമുക്കറിയാം ഇത് സ്ലോ പേസ്ഡ് ആയിട്ടാണ് പോകുന്നത്, നമുക്ക് ഉറക്കം വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ വരെ രാത്രി 12 മണിക്കൊക്കെ ഇരുന്നാണ് ഈ ഒരു സിനിമ കണ്ടത്. മിഡ്സോമറൊക്കെ രാത്രി 12 മണിക്കൊക്കെ ഇരുന്ന് കണ്ടിട്ട് ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ ഒരു പോയിന്റിൽ പോലും തന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. എന്തോ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള എന്തോ ഒരു കുഴപ്പം പിടിച്ച കാര്യം സിനിമയ്ക്കകത്ത് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സിനിമ കണ്ടുപോകാൻ നമ്മളെ പ്രേരിപ്പിക്കും. ആൻഡ് ക്ലൈമാക്സിൽ എത്തുമ്പോഴത്തേനും ഈ ഒരു സിനിമ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിക്കാണ് അവസാനിക്കുന്നത്. നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ മൂവി തരത്തില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സിനിമ അവസാനിക്കത്തുമില്ല. അങ്ങനെ നമ്മളെ എന്തൊക്കെയോ ഒരു രീതിക്ക് ഡിസ്റ്റർബിംഗ് ആക്കിക്കൊണ്ടാണ് ഈ ഒരു സിനിമ പോകുന്നത്. അത് ഡയറക്ടറിൻ്റെ ഒരു വലിയ വിന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു മാരക ക്യാരക്ടർ സ്റ്റഡി നടത്തുന്ന ചിത്രമാണ് മെയ് ഡിസംബർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സിനിമകളോട് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് ആ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് സിനിമ ഇടുന്ന ഒരു ബെയ്റ്റ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ഗോയിങ് ടു ബി എ മാസീവ് എക്സ്പീരിയൻസ് ഫോർ യു. അപ്പം ഈ ടൈപ്പ് മൂവീസ് കാണാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചിത്രം R-rated ആണ്. R-rated എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വൾഗറായിട്ടുള്ള സീൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, പക്ഷേ ഉണ്ട്. അപ്പോൾ അതൊക്കെ മൈൻഡിൽ വെച്ചിട്ട് വേണം ഈ ഒരു ചിത്രം കാണുവാൻ. സോ try it.